ഡി, ഞാൻ വരാം, എൻ്റെ കൈ വിട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, രാജേട്ടൻ പറഞ്ഞു. അത് കേട്ട് ഞാനും അമ്മയും ശോഭേച്ചിയും ഒരുപോലെ നെട്ടിത്തെറിച്ച് നിന്നു. രാജേട്ടൻ ഇപ്പോൾ പോ, എന്നിട്ട് നാളെയോ മറ്റന്നാളോ വാ. ഞാൻ രാജേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് രാജേട്ടനെ സംസാരിക്കാൻ സമ്മതിച്ചില്ല. ഡാ, ഞാനൊന്ന് പറയട്ടെ, എന്നൊന്ന് വിട്, രാജേട്ടൻ എന്നെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഡാ, അങ്ങേരെ വിട്ടേക്ക്, അങ്ങേര് എന്താന്ന് വെച്ചാൽ പറയട്ടെ, ശോഭിച്ച് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അനിയത്തിയും ഈ ബഹളമെല്ലാം കേട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അനിയത്തിയെ കണ്ട ഞാൻ അവളോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വരണ്ട, അകത്തേക്ക് തന്നെ പോ. അവൾ അത് കേട്ട് റൂമിലേക്ക് തന്നെ പോയി. ഞാൻ രാജേട്ടൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. എന്തൊക്കെ ഈ പറയുന്നത്, വല്ലതും അകത്താക്കിയിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം, വെറുതെ നാട്ടുകാരെ കൊണ്ട് ഒരൊന്ന് പറയിപ്പിക്കരുത്, ഞാൻ രാജേട്ടനോട് പറഞ്ഞു. ഞാനത് പറഞ്ഞതും രാജേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഡാ, നിൻ്റെ അമ്മ നല്ലൊരു സ്ത്രീയാണ്, എനിക്കെല്ലാം വാരിക്കോരി തരും. എന്നാലും ഞാൻ ഇതുവരെ നിൻ്റെ അമ്മയ്ക്ക് ഒരു ബിരിയാണി പോലും വാങ്ങിക്കൊടുത്തിട്ടില്ല. ഞാൻ പോയി അമ്മയ്ക്കൊരു ബിരിയാണി മേടിച്ചിട്ട് വരാടാ. രാജേട്ടൻ അത് പറഞ്ഞത് എൻ്റെ ചെവിയിലായതുകൊണ്ട് ആ പറഞ്ഞത് ആരും കേട്ടില്ല. എന്താ രാജേട്ടൻ എന്നോട് പറഞ്ഞതെന്നറിയാതെ അമ്മയും ചേച്ചിയും പേടിയോടെ എന്നെ നോക്കി നിന്നു. ഞാൻ പെട്ടെന്ന് വിഷയം മാറ്റി ശോഭേച്ചിയോട് പറഞ്ഞു, ശോഭേച്ചി, രാജേട്ടന് ബിരിയാണി വേണമെന്ന്, നിങ്ങൾ പോകുമ്പോൾ രാജേട്ടന് ഒരു ബിരിയാണി വാങ്ങിക്കൊടുക്കണം. ഓ, അതായിരുന്നോ, ഇങ്ങോട്ട് വാ മനുഷ്യ, നിങ്ങൾക്ക് എത്ര ബിരിയാണി വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. അതും പറഞ്ഞ് ശോഭേച്ചി രാജേട്ടൻ്റെ കയ്യും വലിച്ച് നേരെ ബൈക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആള് കുറച്ച് ആട്ടത്തിലായതുകൊണ്ട് ഞാൻ ചോദിച്ചു, ശോഭേച്ചി, ഇന്ന് പോണോ, രാജേട്ടന് ബൈക്ക് ഓടിക്കാൻ പറ്റുമോ? എൻ്റെ ചോദ്യം കേട്ട അമ്മ പിറകിൽ നിന്നും പറഞ്ഞു, ഏയ്, അതൊന്നും കുഴപ്പമില്ല, അവൻ ഓടിച്ചോളും. രാജേട്ടൻ ഇനിയും ഇവിടെ നിന്നാൽ രാജേട്ടൻ ഇനിയും പരതം വിളിച്ച് പറയുമെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ വലിയൊരു ആവശ്യമായിരുന്നു രാജേട്ടൻ വേഗം ഇവിടെ നിന്ന് പോകണമെന്നുള്ളത്. അങ്ങനെ കൂടുതൽ നിൽക്കാതെ അവർ ബൈക്കെടുത്ത് പോയി. ഒന്നും പറ്റാതെ വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. അവരെ യാത്രയാക്കി ഞാൻ വീട്ടിലേക്ക് കയറിയപ്പോൾ അമ്മ ചെറിയ ചമ്മലോടെ സിറ്റ് ഔട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. രാജേട്ടൻ എൻ്റെ ചെവിയിൽ പറഞ്ഞത് എന്താണെന്ന് അമ്മയ്ക്ക് അറിയണമായിരുന്നു. എന്താടാ നിന്നോട് രാജൻ പറഞ്ഞത്, അമ്മ എന്നോട് ചോദിച്ചു. ഏയ്, അതൊന്നുമില്ല. അല്ല, എന്തോ പറഞ്ഞല്ലോ, ഞാൻ കണ്ടതാണ്. എന്താ പറഞ്ഞത്, എന്നോട് പറയടാ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്, ശോഭേച്ചി ഒന്നും അറിയണ്ട. അമ്മയുടെ ചോദ്യം കേട്ട് ഞാൻ അമ്മയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത് കേട്ട് അമ്മയൊന്ന് ഭയന്നു. വായിലുള്ള ഉമിനീരിറക്കി അമ്മ എന്നെ തുറിച്ചു നോക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ, ഞാൻ അമ്മയോട് പറഞ്ഞു. എന്ത് സൂക്ഷിക്കാൻ, അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? രാജേട്ടൻ ചുമ്മാ കുടിച്ചിട്ട് ഓരോന്ന് പറയുന്നതാ, നീ അതങ്ങ് വിശ്വസിച്ചോ? അമ്മയുടെ വിചാരം രാജേട്ടൻ്റെ ചെവിയിൽ പറഞ്ഞത് അമ്മയുടെ ബന്ധത്തിനെ പറ്റിയാണെന്നാണ്. അതിന് അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ പേടിക്കണോ? ഞാൻ അമ്മയോട് ചോദിച്ചു. ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല, ഞാനെന്തിനാ പേടിക്കുന്നത്? അവൻ കുടിച്ചിട്ട് ഇതും പറയും ഇതിനപ്പുറവും പറയും. അതിന് രാജേട്ടനോട് എന്തു പറഞ്ഞെന്നാ അമ്മ ഈ പറയുന്നത്? അമ്മ കരുതുന്ന പോലെയൊന്നും രാജേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ചുകൂടി ഇവിടെ നിന്നിരുന്നെങ്കിൽ രാജേട്ടൻ ചിലതൊക്കെ പറഞ്ഞാനേ. നീ എന്താടാ എന്നെ പേടിപ്പിക്കുകയാണോ? ഏയ്, ഞാൻ ആരെയും പേടിപ്പിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ശോഭേച്ചി അറിഞ്ഞാൽ അമ്മ ഒന്ന് പേടിക്കേണ്ടി വരും. ഇപ്പോൾ അത്ര മനസ്സിലാക്കിയാൽ മതി, ഞാൻ പറഞ്ഞു. നീ കുറേ നേരം ആയല്ലോടോ ശോഭേച്ചി അറിഞ്ഞാലെന്ന് പറയുന്നു. ഞാനെന്താ രാജേട്ടൻ്റെ കൂടെ കൂടിയെന്നാണോ നീ പറയുന്നത്? അമ്മ ദേഷ്യത്തോടെ എൻ്റെ നേരെ ചാടി. അതുകണ്ട് എനിക്കും ദേഷ്യം കയറി. പിന്നെ ഇല്ലേ, ഇല്ലെന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? ഡാ, അതയാൾ വെള്ളത്തിൻ്റെ മുകളിൽ പറയുന്നതാ, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലടാ. എൻ്റെ അമ്മേ, ഇത് രാജേട്ടൻ പറഞ്ഞതൊന്നുമല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടതാ. ഞാനത് പറഞ്ഞതും അമ്മ ആകെ നെട്ടിവിറച്ചു. അമ്മ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളെല്ലാം കണ്ടില്ലെന്ന് വെച്ച് ജീവിക്കായിരുന്നു. ആരാ ഈ ഞങ്ങൾ?
തിരിച്ച് സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ അമ്മ തപ്പി പിടിച്ച് ചോദിച്ചു. ഞാനും മീരയും അല്ലാതെ ആര്? ഞങ്ങൾക്കല്ലേ ഈ വീട്ടിൽ നടക്കുന്നത് കാണാൻ പറ്റൂ. ഡാ, നിങ്ങൾ എന്ത് കണ്ടെന്നാ ഈ പറയുന്നേ? അമ്മ എന്നോട് ചോദിച്ചു. കണ്ടതൊക്കെ ഞാൻ എങ്ങനെയാ എൻ്റെ അമ്മയോട് പറയാ? എന്നെക്കൊണ്ട് അതിന് പറ്റില്ല. അമ്മയ്ക്ക് അറിയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അമ്മ പോയി നമ്മുടെ ബാത്റൂമിലെ ചുമരുകളോട് ചോദിക്ക്. എല്ലാം അവർ വ്യക്തമായി കണ്ടതാണ്. അവർ അമ്മയ്ക്ക് പറഞ്ഞു തരും. ഞാനത് പറഞ്ഞതും തലയിൽ കൈവച്ച് അമ്മ റൂമിലേക്ക് ഓടി. ഞാനും അമ്മയുടെ പിറകെ ഓടി. ആ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അമ്മ ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നു. ഞാനെന്ന് നോക്കി. ഞാൻ നേരെ അനിയത്തിയുടെ റൂമിലേക്ക് പോയി. എന്തായി ചേട്ടാ, ആ കുടിയൻ പോയോ? അവൾ എന്നോട് ചോദിച്ചു. ആ, പോയി. പക്ഷേ അമ്മയ്ക്ക് നല്ലൊരു പണി കൊടുത്തിട്ടാണ് പോയത്. എന്താ, എന്തു പറ്റി? രാജേട്ടൻ വെള്ളത്തിൽ ഓരോന്ന് വിളിച്ച് പറഞ്ഞു. ശോഭിച്ചിക്ക് അത് കേട്ടപ്പോൾ ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. ആണോ? എന്താ രാജേട്ടൻ പറഞ്ഞേ? അങ്ങേര് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അമ്മയ്ക്കിട്ട് നല്ലോണം കൊണ്ടിട്ടുണ്ട്. പോരാത്തതിന് ഞാനും ചെറുതായിട്ടൊന്ന് കൊടുത്തു. എന്തു കൊടുത്തു? പറ ചേട്ടാ, ചേട്ടൻ എന്താ ചെയ്തേ? ഞാൻ പറഞ്ഞു, രാജേട്ടനായിട്ടുള്ള ബന്ധം ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. അയ്യോ, ചേട്ടൻ അങ്ങനെ പറഞ്ഞോ? ആ, ഞാൻ പറഞ്ഞു. ചേട്ടൻ എന്തിനാ ഞാനുണ്ടെന്ന് പറഞ്ഞത്? ഞാനിനി എങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും? ആ, നീ മുഖത്ത് നോക്കണ്ട, വേറെ വല്ല സ്ഥലത്തേക്ക് നോക്ക്. അല്ല പിന്നെ. അല്ല, എന്നിട്ട് അമ്മ എവിടെ? അമ്മയോട് ഞാനിത് പറഞ്ഞതും അമ്മ റൂമിലേക്ക് ഓടി. ഞാൻ പിറകെ പോയി നോക്കിയപ്പോൾ അമ്മ അവിടെ കട്ടിലിൽ കിടക്കുന്നുണ്ട്. ഷേ, ചേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? അതൊന്നും വേണ്ടായിരുന്നു. ഞാനൊരു വിധത്തിലാണ് ഒന്ന് സെറ്റാക്കി കൊണ്ടുവന്നത്. അതിപ്പോൾ നശിപ്പിച്ചല്ലോ. എടി, അത് ഞാനായിട്ട് പറഞ്ഞതല്ല, അമ്മ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാ. ഞാൻ കുറേ നേരം വേണ്ടെന്ന് വെച്ചതാ. ഷേ, എന്നാലും വേണ്ടായിരുന്നു. നമ്മളെല്ലാം അറിഞ്ഞെന്ന് അറിയുമ്പോൾ അമ്മയ്ക്ക് അതാകെ സങ്കടമായിട്ടുണ്ടാവും. ഓ, അതിനിപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞോ? വേണമെങ്കിൽ എനിക്ക് അണ്ണൻ്റെ കാര്യമെല്ലാം പറയാമായിരുന്നല്ലോ. ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ. എന്നാലും എനിക്ക് എന്തോ പോലെ തോന്നുന്നു. വാ, നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോയി നോക്കാം. ആ, ഞാനൊന്നുമില്ല, നീ പോയി നോക്കിയാൽ മതി. പ്ലീസ് ചേട്ടാ, വാ. അമ്മ അല്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിച്ച് നടക്കുക. അതിനിടയിലാണ് ചേട്ടൻ്റെ ഒരു വേണ്ടാത്ത പരിപാടി. വാ ഇങ്ങോട്ട്. അവൾ എൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് നടന്നു. ഞങ്ങൾ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അമ്മ ആരുമായോ ഫോണിൽ സംസാരിക്കായിരുന്നു. ആരോടാണെന്ന് അറിയാൻ ഞാനും അനിയത്തിയും അവിടെ ഒളിഞ്ഞു നിന്ന് കാതോർത്തു. അമ്മയുടെ സംസാരം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ സംസാരിക്കുന്നത് ശോഭേച്ചിയോടാണെന്ന്. അമ്മ നല്ല സന്തോഷത്തിലാണ് ശോഭേച്ചിയോട് സംസാരിക്കുന്നത്. രാജേട്ടൻ പറഞ്ഞതൊന്നും ശോഭേച്ചി കാര്യമാക്കിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലടി, എനിക്കറിയില്ലടി ശോഭെ. അവൻ റൂമിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ എങ്ങനെ ചെന്ന് തുടങ്ങുമെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അമ്മ ശോഭേച്ചിയുടെ ഫോണിൽ പറഞ്ഞു. ശോഭേച്ചിയും എന്തൊക്കെയോ അമ്മയോട് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ എന്തോ കാര്യമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അനിയത്തി എന്നോട് പറഞ്ഞു, വാ, ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് റൂമിലേക്ക് പോവാമെന്ന്. അങ്ങനെ ഞാനും അവളും അമ്മയെ കാണാതെ അവളുടെ റൂമിലേക്ക് പോയി. ചേട്ടാ, അമ്മ രണ്ടും കൽപ്പിച്ചാണല്ലോ. എന്തായാലും ചേട്ടന് കൊള്ളാം. ഇതുപോലൊരു സുന്ദരിയെ ഈ ജന്മത്തിൽ ചേട്ടന് കിട്ടാൻ പോണില്ല. കാര്യം കഴിയുമ്പോൾ നമ്മളെ മറക്കല്ല കേട്ടോ. ഒന്ന് പോടി അവിടെ നിന്ന്. ഞാൻ പൊക്കോളാം. മിക്കവാറും ഇന്ന് രാത്രി ഇവിടെ വല്ലതും നടക്കും. എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ ആവോ. പോടി അവിടെ നിന്ന്. ആ ഏരിയയിലേക്ക് വന്നു പോകരുത്, ഓടിക്കും ഞാൻ. ആ, എനിക്കറിയാം ഇങ്ങനെ വരുമെന്ന്. എല്ലാം സെറ്റാക്കി തന്ന ഞാൻ വെറും മണ്ടി അല്ലേടാ. ഓ, നീ പറയുന്ന കേട്ടതൊന്നും നിൻ്റെ എല്ലാ പരിപാടിയും ഞാൻ വന്ന് കാണുന്ന പോലെയാണല്ലോ. ഇതും അങ്ങനെ മതി. ഇതെന്താ, രണ്ടാളും ഉറങ്ങുന്നൊന്നും ഇല്ലേ? അമ്മ അതും ചോദിച്ച് അവളുടെ റൂമിലേക്ക് വന്നു. ആ, ഉറങ്ങാൻ പോവാ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് നടന്നു. ഡി, ഉറങ്ങുമ്പോൾ കഥകളെല്ലാം അടച്ചു കിടന്നോ? നല്ല കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നേ. അമ്മ അനിയത്തിയോട് പറഞ്ഞ് അവളുടെ റൂമിൻ്റെ കഥ കടച്ച് അമ്മയുടെ റൂമിലേക്ക് പോയി. അതും കൂടി ആയപ്പോൾ എനിക്ക് ഉറപ്പായി ഇന്ന് വലുത് നടക്കുമെന്ന്.
ഞാൻ റൂമിൽ ചെന്ന് എല്ലാം സെറ്റാക്കിയിരുന്നു. അങ്ങനെ സമയം രാത്രി 10 മണി കഴിഞ്ഞു. അമ്മ വരുന്നതും കാത്ത് ഞാൻ റൂമിൽ ഫോൺ നോക്കിയിരുന്നു. എന്താ ഏട്ടാ, അമ്മ വന്നോ? അനിയത്തിയുടെ മെസ്സേജായിരുന്നു അത്. ഞാൻ വേഗം ഫോണെടുത്ത് അവൾക്ക് വിളിച്ചു. ഇല്ലടി, ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അവളോട് പറഞ്ഞു. ആ, വന്നോളും, ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട. പിന്നെ വലിയ നല്ല പിള്ള ചമയാണെന്ന് നിൽക്കണ്ട. കിട്ടിയത് ആർത്തിയോടെ തിന്നോളണം. ഇനിയും ചേട്ടന് വേണമെന്ന് അമ്മയ്ക്ക് തോന്നണം. ആടി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഇത് ശരിയാണോടി? ഞാൻ തെറ്റല്ലേ ചെയ്യുന്നത്? ചേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട. ഒന്നോർക്കുമ്പോൾ ഇതെല്ലാം നല്ലതിനാണ്. അമ്മയ്ക്ക് പിന്നെ നമ്മളല്ലാതെ ആരാ ഉള്ളത്? ഇതൊന്നും നടന്നിട്ട് വേണം അമ്മയുടെ എല്ലാ കള്ളക്കളികളും ഒന്ന് അവസാനിപ്പിക്കാൻ. ഇനി അമ്മയെ ഒരാൾക്കും വിട്ടുകൊടുക്കരുത്. അത് നടക്കുമെന്ന് തോന്നില്ലടി. അമ്മയ്ക്ക് വ്യത്യസ്ത രുചിയുള്ള കറികൾ കൂട്ടിയ ശീലമുണ്ട്. എന്നെക്കൊണ്ടൊന്നും അതടക്കാൻ പറ്റില്ല. ഞാൻ അവളോട് പറഞ്ഞു. അതൊക്കെ നടക്കും. ചേട്ടൻ ഒന്നറിഞ്ഞ് പെരുമാറിയാൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ എന്ത് ചെയ്യാനാ? അതിപ്പോൾ രാജേട്ടൻ്റെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞെന്ന് അമ്മയ്ക്കറിയാലോ. ഇത് ഒന്ന് നടന്നു കഴിഞ്ഞിട്ട് വേണം അമ്മയെ അതൊക്കെ ഒന്ന് പറഞ്ഞ് നിലക്കി നിർത്താൻ. ഓ, നീ അമ്മയെ നന്നാക്കാനുള്ള പരിപാടിയിലാണോ? നീ സ്വയം നന്നാക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? ഞാൻ അവളോട് ചോദിച്ചു. എനിക്ക് ഇനിയും സമയമുണ്ടല്ലോ നന്നാവാൻ. ഞാൻ പതിയെ നന്നായിക്കോളാം. ആ, അത് പറ്റില്ല. അമ്മ എല്ലാം നിർത്തിയാൽ നീയുമെല്ലാം നിർത്തണം. എന്നാലേ ഞാൻ ഈ പരിപാടിക്കുള്ളൂ. അപ്പോൾ ചേട്ടനോ? ചേട്ടനത് തുടരാനാണോ ഉദ്ദേശം? അത് ഇന്ന് വലുത് നടന്നാൽ പിന്നെ ഞാൻ ഒരാളുടെ അടുത്തേക്കും പോകില്ല. എനിക്കിനി ഇത് മാത്രം മതി, ഞാൻ പറഞ്ഞു. ആഹാ, അപ്പോൾ മുകളിലുള്ള ചേച്ചിയോ? അത് ഇന്ന് നോക്കിയാൽ പിന്നെ എനിക്ക് അതൊന്നും വേണ്ടടി. അല്ല, അപ്പോൾ ശോഭേച്ചിയോ? അതും വേണ്ടേ? അത് വേണം. അത് പിന്നെ പുറത്തല്ലല്ലോ, നമ്മുടെ തന്നെയല്ലേ. അയ്യടാ, ചേട്ടൻ്റെ ഉദ്ദേശം കൊള്ളാലോ. എന്തായാലും അമ്മയുടെ അനിയത്തിയല്ലേ, നടക്കട്ടെ. അമ്മ പക്ഷേ അറിയണ്ട കേട്ടോ. ആ, അല്ല, എന്താടി അമ്മ വരാത്തത്? ഇനി അമ്മയുടെ മനസ്സ് മാറിയോ? വന്നോളും. ചിലപ്പോൾ ഞാൻ ഉറങ്ങാൻ കാത്തിരിക്കുകയായിരിക്കും. പിന്നെ ഞാൻ പോണ്. എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. എല്ലാം ഓർമ്മയുണ്ടല്ലോ, ഉഷാറാക്കണം കേട്ടോ. അവൾ അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ഞാൻ വീണ്ടും ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ കതകിൽ അമ്മ തട്ടുന്ന പോലെ തോന്നി. ഞാൻ വേഗം എഴുന്നേറ്റ് ചെന്നു. എന്താടാ, കതക് അടച്ചില്ലേ? കതക് തുറന്നു വന്ന അമ്മ എന്നോട് ചോദിച്ചു. ഇല്ല, കുറച്ച് കഴിയട്ടെ, ഞാൻ അമ്മയോട് പറഞ്ഞു. എന്താണെന്നറിയില്ലടാ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തു പറ്റി? അമ്മയ്ക്ക് വയ്യേ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. പിന്നെ നിൻ്റെ കാര്യം ഓരോന്നോർത്തപ്പോൾ ഒരു വിഷമം, അതാ. അത് സാരില്ലമ്മേ, അവൾ പോട്ടെ. ഞാനതോർത്ത് നടക്കുന്നൊന്നുമില്ല. അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ടെൻഷനൊന്നും ഇല്ലടാ. പക്ഷേ ഒരമ്മയും ചെയ്യാൻ പാടില്ലാത്ത ഞാൻ ചെയ്തത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നീയും മീര അറിയാതെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടി. അതിലൊന്ന് ദൈവം നിങ്ങളെ അറിയിച്ചു. നിങ്ങൾ എന്നോട് പൊറുക്കണം. അമ്മ അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലിരുന്നു. ഞാൻ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അമ്മയെ ഞാൻ സമാധാനപ്പെടുത്തി. പെട്ടെന്ന് ബെഡിൽ നിന്നും എൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അനിയത്തി ആയിരിക്കുമോ എന്ന് കരുതി ഞാൻ ഫോണെടുത്ത് നോക്കിയപ്പോൾ പവിയേട്ടൻ്റെ നമ്പർ. ഓഫ്, ഈ നേരത്ത് ഇയാൾ എന്തിനാ വിളിക്കുന്നേ? ആരാടാ വിളിക്കുന്നത്? അമ്മ എന്നോട് ചോദിച്ചു. അതാ പവിയേട്ടനാ. അയാൾക്ക് എന്താ ഈ നേരമായിട്ടും ഉറക്കമൊന്നുമില്ലേ? നീ ആദ്യം കോളെടുക്കടാ. അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ആ കോളെടുത്തു. ഹലോ ഡാ, നീ ഉറങ്ങിയോ? പവിയേട്ടൻ എന്നോട് ചോദിച്ചു. ഇല്ല, ഉറങ്ങാനുള്ള പരിപാടിയാ. ആ, ഞാൻ വിളിച്ചത് നിനക്ക് ബുദ്ധിമുട്ടായോടാ? ഏയ് ഇല്ല. എടാ, ഞാൻ വിളിച്ചത് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് വീട്ടിൽ വെച്ച്. ഒരു 3 മണിക്ക് നിനക്കൊന്ന് വരാൻ പറ്റുമോ?
അത് ചേട്ടാ, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാ നീ ജോലി കഴിഞ്ഞിട്ട് വാ, നമുക്കൊന്ന് സംസാരിച്ചിരിക്കാമല്ലോ. ആ, ഞാൻ നോക്കട്ടെ, നേരത്തെ എത്തിയാൽ ഞാൻ വരാം. ആ, എന്നാൽ ശരി, നീ ഉറങ്ങിക്കോ, ഞാൻ നാളെ വിളിക്കാം. അതും പറഞ്ഞ് പവിയേട്ടൻ കോള് കട്ട് ചെയ്തു. ഞാൻ ഫോൺ ബെഡിലേക്ക് വെച്ച് അമ്മയോട് ചോദിച്ചു, എന്താ അമ്മേ ഈ പവിയേട്ടൻ്റെ പ്രശ്നം? അമ്മയ്ക്ക് വല്ലതും അറിയോ? ഞാൻ ചോദിച്ചത് കേട്ട് അമ്മ തല താഴ്ത്തി മിണ്ടാതെ നിന്നു. എനിക്ക് ദേഷ്യം കയറി. ഞാൻ വീണ്ടും ചോദിച്ചു, അമ്മയ്ക്കും പവിയേട്ടനുമായി എന്താ ബന്ധം? പവിയേട്ടനും ഭാര്യയും ഇടയ്ക്ക് അമ്മയെ കാണാൻ വരുന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എന്താ പ്രശ്നമെന്ന് വെച്ചാൽ എന്നോടൊന്ന് പറ, എനിക്കൊന്ന് അറിയാനാ. ഇതിപ്പോൾ അയാൾ 24 മണിക്കൂറും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഊട്ടിക്ക് പോയാലോ മൈസൂർക്ക് പോയാലോ എന്നൊക്കെ ചോദിച്ച്. എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം. അമ്മ അപ്പോഴും തലപ്പൊക്കാതെ ഞാൻ ചോദിക്കുന്നത് കേട്ട് തല താഴ്ത്തി നിന്നു. ഇനിയിപ്പോൾ അമ്മയ്ക്ക് പവിയേട്ടനുമായി വല്ലതുമുണ്ടോ? ഞാൻ ദേഷ്യത്തോടെ ചോദിച്ചു. എൻ്റെ ആ ചോദ്യം കേട്ട് അമ്മ തലയുയർത്തി എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ കൈ രണ്ടും പിടിച്ചു പറഞ്ഞു, മോനെ, അമ്മയോട് നീ ക്ഷമിക്കണം. നീ അറിയാതെ ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തുപോയി. അതുകൊണ്ടാണ് പവിയേട്ടൻ നിന്നെ ഇങ്ങനെ വിളിക്കുന്നത്. എന്ത് വാക്ക്? ഞാൻ ഞെട്ടിക്കൊണ്ട് അമ്മയോട് ചോദിച്ചു. അത് ഞാൻ പറയാം, പക്ഷേ ഇത് മറ്റാരോടും പറയരുത്. നമ്മൾ 4 പേരും മാത്രം അറിഞ്ഞാൽ മതി. 4 പേരോ? അതാരാ? ഞാനും നീയും പിന്നെ പവിയേട്ടനും ഭാര്യയും. പവിയേട്ടൻ്റെ ഭാര്യയോ? ആ ചേച്ചിക്ക് എല്ലാം അറിയുമോ? പിന്നെ അറിയാതെ ആ ചേച്ചിക്ക് വേണ്ടിയാ പവിയേട്ടൻ നിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന്? അമ്മ ഒന്ന് തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ കേട്ടോ, അവർക്കിതുവരെയും കുട്ടികളുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. ഇനി അവർ കാണിക്കാനായിട്ട് ഈ ലോകത്ത് ഒരു ഡോക്ടർമാരും ബാക്കിയില്ല. അതിന് എന്താന്ന് വെച്ചാൽ, കുട്ടികളില്ലാത്ത പ്രശ്നം പവിയേട്ടൻ്റെ ഭാര്യയ്ക്കല്ല, പവിയേട്ടനാണ്. അവർക്കാണെങ്കിൽ ഒരു കുട്ടിയില്ലാതെ ജീവിക്കാനും വയ്യ. 2 പേർക്കും എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കുട്ടി വേണമെന്ന ഒറ്റ ചിന്തയേ ഉള്ളൂ. അതിന് ഒരു ദിവസം പവിയേട്ടനും ഭാര്യയും എന്നെ കാണാൻ വന്നിരുന്നു. അവർക്കെങ്ങനെയാ അമ്മയെ അറിയാം? അത് പവിയേട്ടൻ അച്ഛൻ്റെ അടുത്ത കൂട്ടുകാരനല്ലായിരുന്നോ, ആ അടുപ്പം വെച്ച് വന്നതാ. ഓ, എന്നിട്ട്? ഈ നാട്ടിൽ ഒരു കച്ചറയ്ക്കും പോവാത്ത, കുടിയും വരിയും ഒന്നുമില്ലാത്ത നല്ലൊരു കുട്ടിയാണ് നീയെന്നും നീ വിചാരിച്ചാൽ അവൾക്ക് നല്ലൊരു കുട്ടിയെ നൽകാൻ പറ്റുമെന്നും പവിയേട്ടൻ എന്നോട് പറഞ്ഞു. അയ്യോ, എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? ഞാനാദ്യം ഒന്ന് ഞെട്ടി. പിന്നെ ഓർത്തപ്പോൾ എനിക്കും സങ്കടം തോന്നി. ഞാൻ അവരോട് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത്. അതാ അവരിടക്ക് നിന്നെ വിളിച്ചു കൂട്ടുന്നത്. മോനെന്നോട് ക്ഷമിക്കണം. ഓ, അതായിരുന്നോ? ഇതവർക്ക് എന്നോട് നേരിട്ട് ചോദിച്ചാൽ പോരായിരുന്നോ? ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കില്ലേ? അപ്പോൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? ഞാനാകെ പേടിച്ചു. എനിക്കെന്ത് കുഴപ്പം? എന്തായാലും നല്ലൊരു കാര്യത്തിനല്ലേ. നല്ല കാര്യമായതുകൊണ്ട് മാത്രമാണോ? അമ്മ എന്നെ കളിയാക്കി ചോദിച്ചു. അത് കേട്ട് ഞാൻ നാണത്തോടെ ഒന്ന് ചിരിച്ചു. എൻ്റെ ചിരി കണ്ട അമ്മ പറഞ്ഞു, എന്തായാലും എനിക്കിന്ന് ഒറ്റയ്ക്ക് കിടക്കാൻ വയ്യ, ഞാനിന്ന് നിൻ്റെ കൂടെ കിടക്കാം. ഞാനതിന് എതിരൊന്നും പറഞ്ഞില്ല. അല്ല മോനെ, നീ അവർക്ക് മാത്രമാണോ നല്ല കാര്യം ചെയ്തു കൊടുക്കുന്നത്? വേറെ ആർക്കും ഇല്ലേ? അമ്മ ചെറു ചിരിയോടെ എന്നോട് ചോദിച്ചു. വേറെ ഇപ്പോൾ ആരാ ഉള്ളത്? ചെറു ചിരിയോടെ അമ്മയോട് ഞാൻ ചോദിച്ചു. ഞാനും ഇവിടെ ഒരു തുണയില്ലാതെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. വേണമെങ്കിൽ എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ ആകാം കേട്ടോ. അതിന് അമ്മയ്ക്ക് കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അത് പോരെ? ഞാൻ ചോദിച്ചു. എല്ലാം നിങ്ങൾ അറിഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഒന്നിനും ഞാനില്ല. എനിക്ക് എൻ്റെ മോൻ മാത്രം മതി. അതും പറഞ്ഞ് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ തന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങളെല്ലാം പരസ്പരം മനസ്സിലാക്കി എല്ലാം പങ്കുവെച്ച് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ നടക്കുന്ന ബാക്കി കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ അടിയിലുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അതിൽ ഒരു ലിങ്കുണ്ട്, അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.
ഇനിയും ഇതുപോലത്തെ കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.